ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1 കിലോ ചെമ്മീൻ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു 600 ഗ്രാമേ ഉള്ളൂ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ നാരൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കാം. പിന്നെ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസും എടുക്കാവുന്നതാണ്. അതൊരു 15 മിനിറ്റ് നേരത്തേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം മൂപ്പിക്കാതെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിതിലൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. 1/2 ടീസ്പൂൺ മാത്രം ചേർത്തുകൊണ്ടാണ് ഇതല്പം കളറ് കുറവായിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അതേ എണ്ണയിൽ തന്നെ സവാള വഴറ്റുമ്പോൾ ആ സവാളയ്ക്കൊക്കെ ഒരു ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ ഒരു വലിയ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4 തൊട്ട് 5 വരെ ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒരു മീഡിയം തീയിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിൽ ചേർക്കാനുള്ള കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം പീസ് ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല എരിവുള്ള ഒരു 10 പച്ചമുളകാണ് ഞാനിതിൽ ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ആ ചതച്ച് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം സവാള ഒരുവിധം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് ഒന്ന് ഉടഞ്ഞു വരണം. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ചേർക്കുന്ന തൈരിന് വലിയ പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാരങ്ങാനീരും കൂടി ചേർത്തത്. പുളിക്ക് അനുസരിച്ച് വേണം നാരങ്ങാനീര് ചേർക്കാൻ വേണ്ടി. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയിലോട്ട് നേരത്തെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇനി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മസാല അടച്ച് വെച്ച് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയത്ത് ഈ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചോറൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലൂടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. പിന്നെ അതുപോലെ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന അരി നല്ലതുപോലെ കഴുകി വാരി ഇപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് ഏലക്ക, പിന്നെ ചെറിയ കഷ്ണം പട്ട, തക്കോലം, അതുപോലെ കുറച്ച് കുരുമുളക്, ഇതൊക്കെയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഇത്തിരി സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു പകുതി സവാള ചേർക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട്
കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. ഈ അരി ഈ നെയ്യിൽ കിടന്ന ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോകത്തില്ല. ഇനി ഇതിലോട്ട് ഞാനൊരു 5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 5 കപ്പ് ചൂടുവെള്ളം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പാത്രം അടച്ച് വെച്ചിട്ട് ഈ ചോറൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്ക് ആ മസാല ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിലോട്ട് ഒരു 3-4 പുതിനയിലയും കൂടെ കീറിയത് ഇട്ട് കൊടുക്കാം. പുതിനയില ഇതിൽ ഇടുമ്പോഴത്തേക്ക് ആ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. പാത്രം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചോറിപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. അതുപോലെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ദം ചെയ്തെടുക്കാം. ഈ മസാലയിൽ നിന്ന് ഞാനൊരു പകുതി മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഈ പാത്രത്തിലാണ് ഞാൻ ഈ ബിരിയാണി ലെയർ ചെയ്തിടാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് ചോറിട്ട് കൊടുക്കാം. ഈ ചോറിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് സവോളയും അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ മസാലയും ഇതുപോലെ തന്നെ ചെയ്ത് അതിൻ്റെ മുകളിൽ ചോറും വിതറിയിട്ട് ബാക്കി നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇനി പാത്രം അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് ആവി കയറ്റണം. ഒന്നെങ്കിൽ ആവി കയറുന്നിടം വരെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പാത്രം തുറന്നിട്ട് ഇത് നന്നായിട്ട് മസാലയും ചോറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചൂടോടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.